ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനുകളിലും 99% ക്വസ്റ്റ്യനുകളിലും സാമൂഹിക പദ്ധതികളെക്കുറിച്ച്, ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികളെക്കുറിച്ച് ഉറപ്പായിട്ടും ഷുവർ ഷോർട്ടായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കാണെങ്കിലും അങ്ങനെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. എഴുതി വെച്ച് പഠിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തത് അഭയ. അഭയ എന്ന് പറഞ്ഞാൽ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. അഭയ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അഭയ എന്ന് പറഞ്ഞാൽ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴി. അടുത്ത പദ്ധതി അഭയകിരണം. അഭയകിരണം എന്താണെന്ന് നോക്കാം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണിത്. എന്താണ് അഭയകിരണം എന്ന് വെച്ചാൽ? അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണിത്. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അപ്പോൾ അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണിത്. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 50 വയസ്സിന് മേലുള്ള, അപ്പോൾ എല്ലാ വയസ്സിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ അഭയകിരണം പദ്ധതിക്ക് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു ട്രെൻഡിങ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട്, അതായത് ഒരു പദ്ധതിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനകത്ത് ശരി ഏതെന്ന് ചോദിക്കുന്നതല്ല തെറ്റേതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്നത് അഭയകിരണത്തിനകത്ത് 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് അന്നപ്രദായിനി. അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി. എന്താണ്? അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് ഇത്. കുടുംബശ്രീ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ അന്നപ്രദായിനി എന്ന് പറയുമ്പോൾ അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ്. അടുത്തത് അന്നദായിനിയാണ്. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണിത്. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ഓക്കെ. അടുത്തത് അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. അനുയാത്ര എന്താണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അടുത്തത് ആശാകിരണം. ആശാകിരണം എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ, ആ വേർഡിൽ തന്നെ ഉണ്ട് ആശാകിരണം. അപ്പോൾ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ആശ്വാസകിരൺ. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരൺ. 600 രൂപയാണ് നൽകുന്നത്. അപ്പോൾ ആശ്വാസകിരൺ എന്ന് വെച്ചാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. 600 രൂപയാണ് നൽകുന്നത്. അടുത്തത് ആശ്വാസ്. ആശ്വാസ് എന്ന് വെച്ചാൽ എന്താണ്? വിദ്യാഭ്യാസാവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് എന്ത്? ആശ്വാസ്.
വിദ്യാഭ്യാസ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ്. അടുത്തത് ആരോഗ്യ കിരണം. സംസ്ഥാനത്തെ APL, BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. അപ്പോൾ സംസ്ഥാനത്തെ APL, BPL വ്യത്യാസമില്ലാതെ, APL എന്നോ BPL എന്നോ ഉള്ള തരംതിരിവില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? ആരോഗ്യ കിരണം. അടുത്തത് ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ കുബേര എന്ന് വെച്ചാൽ ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് പലിശക്കാരുടെ, കുബേര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ക്യാഷുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഓപ്പറേഷൻ കുബേര എന്ന് പറയുമ്പോൾ ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. അടുത്തത് ഓപ്പറേഷൻ സുരക്ഷയാണ്. അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കെതിരെ അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. അടുത്തത് ഓപ്പറേഷൻ സ്വീപ്പ്. ഓപ്പറേഷൻ സ്വീപ്പ് പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്വീപ്പ്. പിന്നെ അടുത്തത് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? അമ്മത്തൊട്ടിൽ. അടുത്തത് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത്. അപ്പോൾ ഏജ് ശ്രദ്ധിക്കണം. 30 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് ഈ അമൃതം ആരോഗ്യം എന്ന പദ്ധതിയുടെ ഉപയോക്താക്കൾ. അടുത്തത് അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. അടുത്തത് ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണിത്. ആർദ്രം എന്ന് വെച്ചാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ആയുർദളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മുടെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആയുർദളം എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അടുത്തത് ആപ്തമിത്രം. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്, ആപ്തമിത്രം. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത്. ആപ്തമിത്രം എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. രാജ്യാന്തര
ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത്. അടുത്തത് ആഫ്റ്റർ കെയർ ഹോം. ആഫ്റ്റർ കെയർ ഹോം എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. അപ്പോൾ ഈ സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിൽ കഴിയുന്ന 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം. വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകും. അടുത്തത് ഇ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ്. അടുത്തത് ഉത്തരവാദിത്ത ടൂറിസം. ഉത്തരവാദിത്ത ടൂറിസം സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം. എന്താണ്? സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണിത്. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതാണ്? കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഏത് പദ്ധതി? ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് എസ്കോട്ട്. എസ്കോട്ട് എന്താണ്? സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണിത്. എന്താണ് എസ്കോട്ട് എന്ന് വെച്ചാൽ? സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീമാണ്. അടുത്തത് എൻ്റെ മരം. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണിത്. അപ്പോൾ എൻ്റെ മരം എന്താണ്? കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. അടുത്തത് കരുത്ത്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണേ. അത് PYQ ആണ്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? കരുത്ത്. അടുത്തത് ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ചെലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ഇത് ആരംഭിച്ചത്. അപ്പോൾ എന്താണ് ക്യാൻസർ സുരക്ഷ എന്ന് പറഞ്ഞാൽ? ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ചെലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ഇത് ആരംഭിച്ചത്. അടുത്തത് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. അപ്പോൾ കാരുണ്യ പദ്ധതി എന്താണ്? ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണിത്. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. അടുത്തത് ആലില പദ്ധതിയാണ്. ആലില പദ്ധതി എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ആലില പദ്ധതി വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അപ്പോൾ ആലില എന്ന് കേൾക്കുമ്പോൾ അത് വൃക്ഷവുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയുമാണിത്. ഓക്കെ. അടുത്തത് ആശാഭവൻ. ആശാഭവൻ എന്ന് വെച്ചാൽ എന്താണ്? മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവന്. ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും വനിതകൾക്കായി പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ആശാഭവന്
പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആശാഭവൻ എന്ന് വെച്ചാൽ എന്താണ്? മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. അടുത്തത് എൻ്റെ കൂട്. എൻ്റെ കൂടെന്ന് വെച്ചാൽ എന്താണ്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. ഇത് എന്താണ്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതി. CCTV നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകും. അവിടെ എന്താണ്? CCTV ഉണ്ടാകും. അടുത്തത് IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ എന്താണ്? വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ. എന്താണ്? വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു നെല്ലും ഒരു മീനും. കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. എന്താണ്? കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അടുത്തത് കാരുണ്യ സമ്പാദ്യ പദ്ധതി. കാരുണ്യ സമ്പാദ്യ പദ്ധതി എന്താണ്? 1,00,000 അതിൻ്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിനു ശേഷം നിക്ഷേപത്തുക തിരിച്ചു നൽകുകയും അതിൻ്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണിത്. നിക്ഷേപകന് ഗുണഭോക്താവിനെ നിർദ്ദേശിക്കാം. എന്താണ്? കാരുണ്യ സമ്പാദ്യ പദ്ധതി എന്താണ്? 1,00,000 അതിൻ്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിനു ശേഷം നിക്ഷേപത്തുക തിരിച്ചു നൽകുകയും അതിൻ്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണിത്. നിക്ഷേപകന് ഗുണഭോക്താവിനെ നിർദ്ദേശിക്കുകയും ചെയ്യാം. കുരുവിക്ക് ഒരു കൂട്. നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണിത്. ഏതാണ്? കുരുവിക്ക് ഒരു കൂട്. നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട്. അടുത്തത് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ആരംഭിച്ച ടാക്സി സർവീസാണിത്. അടുത്തത് കെയർ ഗിവർ. കെയർ ഗിവർ എന്താണ്? കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണിത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ട പരിശീലനം നൽകുന്നു. ഈ കുടുംബശ്രീയുടെ പദ്ധതികളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞുപോയ എക്സാമുകളിൽ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കുടുംബശ്രീയിലെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ പദ്ധതിയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണിത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ട പരിശീലനം നൽകുന്നുണ്ട്. കേസ് റൂം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. കേസ് ടു എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. കേസ് ടു എന്ന് വെച്ചാൽ കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്ട്രേഡ് അൺഎംപ്ലോയിഡ്. ഓക്കെ, അടുത്തത് നിർഭയ പദ്ധതിയാണ്. നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണിത്. 2012 തുടങ്ങി പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസവും ഏകീകരണവും എന്നിങ്ങനെ 4 പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടും. എന്താണ് നിർഭയ പദ്ധതി? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണിത്. 2012 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രതിരോധം, സംരക്ഷണം, നിയമ നടത്തിപ്പ്, പുനരധിവാസവും ഏകീകരണവും എന്നിങ്ങനെയുള്ള 4 പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടും. ഇത്രയും കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുമെന്നാണ് പറയുന്നത്. നിർഭയ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അടുത്തത് പുണ്യം പൂങ്കാവനം. ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം.
ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. അടുത്തത് പെപ്പർ ടൂറിസം. ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ് പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിംഗ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പെപ്പർ. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് പദ്ധതിക്ക് തുടക്കമിട്ടു. അപ്പോൾ പെപ്പർ ടൂറിസം എന്ന് വെച്ചാൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ്. പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിംഗ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പെപ്പർ. എവിടെയാണ് തുടക്കം കുറിച്ചത്? കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അടുത്തത് കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം പദ്ധതി എന്താണ്? സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. അടുത്തത് കൈത്താങ്. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ കൈത്താങ് എന്താണ്? അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. അടുത്തത് ക്യൂ. യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ. യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് ക്യൂ. ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മിക്ക പച്ചക്കറികളും. അപ്പം ഗ്രീൻ ബെൽറ്റ് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ്. ഗോത്രബന്ധു. ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു. അതായത് ആദിവാസി വിഭാഗങ്ങളിൽ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചവരെ അവിടുത്തെ തന്നെ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെന്റർമാരായി നിയമിക്കുന്നു. ആ ഒരു പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അടുത്തത് ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി. ഇമ്പോർട്ടൻ്റ് ആണ്. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി. അടുത്തത് ഗോത്രജ്യോതി. ഗോത്രജ്യോതി എന്താണ്? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി. അടുത്ത പദ്ധതിയാണ് നിർഭയ ഷെൽട്ടർ ഹോം. എന്നാൽ ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ 13 ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിൽ ഷെൽട്ടർ ഹോമുകളുണ്ട്. അപ്പോൾ നിർഭയ ഷെൽട്ടർ ഹോം എന്ന് വെച്ചാൽ ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ 13 ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു. ഇത് തന്നെയാണ് നിർഭയ ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത്. അടുത്തത് നിർഭയ കേരളം സുരക്ഷിത കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ കേരളം സുരക്ഷിത കേരളം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത്. അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത്. അടുത്തത് നിറവാണ്. വിത്ത് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിറവ്. എന്താണ്? വിത്ത് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. അടുത്തത് നോ യുവർ ജൂറിസ്ഡിക്ഷൻ.
കേരള പോലീസിൻ്റെ ഈ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരാൾക്ക് അറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും. അപ്പോൾ ഏത് പദ്ധതിയാണത്? നോ യുവർ ജൂറിസ്ഡിക്ഷൻ പദ്ധതിയാണ്. കേരള പോലീസിൻ്റെ ഈ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് ഒരാൾക്ക് അറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും. അടുത്തത് നൈപുണ്യം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. അടുത്തത് പാലിയേറ്റീവ് പ്രസ്ഥാനം. പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാവലംബരായി ജീവിത ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് പ്രസ്ഥാനം. പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുചേർന്ന് ശയ്യാവലംബരായി ജീവിത ദുരിതമനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് എന്ത്? പാലിയേറ്റീവ് പ്രസ്ഥാനം. അടുത്തത് പാഥേയമാണ്. ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതിയാണിത്. കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പേയ്മെന്റ് ഗേറ്റ്വേ എന്താണെന്ന് നോക്കാം. സാമൂഹിക സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ്വേ വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതിയാണിത്. പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് വെച്ചാൽ സാമൂഹിക സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുതുമായ തുകകൾക്ക് പേയ്മെന്റ് ഗേറ്റ്വേ വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതിയാണിത്. അടുത്തത് പ്രതീക്ഷ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. പ്രതീക്ഷാ ഭവൻ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണിത്. പ്രതീക്ഷാ ഭവൻ എന്ന് വെച്ചാൽ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണിത്. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു. പ്രത്യാശ എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണിത്. 50,000 രൂപയാണ് നൽകി വരുന്ന തുക. പ്രത്യാശ എന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണിത്. 50,000 രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നൽകി വരുന്ന തുക. അടുത്തത് പ്രത്യാശാ ഭവൻ. ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്നു. പ്രത്യാശാ ഭവൻ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണിത്. ബാലവികലാംഗ സദനം 16 വയസ്സ് വരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം. തൊഴിൽ പരിശീലന സൗകര്യങ്ങളുണ്ട് ഇവിടെ. ആലപ്പുഴയും കണ്ണൂരും ഈ സ്ഥാപനമുണ്ട്. അടുത്തത് ബാലമുകുളം എന്താണ്? സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ഭൂരഹിതരില്ലാത്ത കേരളം. ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്നതിനായി 2013 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം. ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്നതിനായി 2013 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. അടുത്തത് മന്ദഹാസം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് PYQ ആണ്. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. അടുത്തത് മധുമുക്തി. കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളും
തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മധുമുക്തി എന്താണ്? കുടുംബങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അടുത്തത് ജനനി ജന്മരക്ഷ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണിത്. ഗർഭാവസ്ഥയുടെ 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നതുവരെയാണ് പദ്ധതിയുടെ കാലയളവ്. അടുത്തത് ജലനിധി. ജലനിധി എന്താണ്? ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. ജലസമൃദ്ധ കേരളം. ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് ജലസമൃദ്ധ കേരളം. ജലസമൃദ്ധ കേരളം എന്താണ്? ജനപങ്കാളിത്തത്തോടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി. തൻ്റെ ഇടം. കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്ഥാപിക്കുന്ന ജെൻഡർ പാർക്ക് സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അടുത്തത് താലോലമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താലോലം 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ താലോലം എന്താണെന്നുള്ളത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. അടുത്തത് തൂവൽ സ്പർശം. തൂവൽ സ്പർശവും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണെന്ത്? തൂവൽ സ്പർശം. അടുത്തത് പാഥേയം. പാഥേയം ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോറ് എത്തിക്കുന്ന പദ്ധതിയാണിത്. കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പദ്ധതിക്ക് തുടക്കമിട്ടു. പഠനവീട് എന്താണ്? സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠനവീട്. ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പദ്ധതിക്ക് തുടക്കം ഇട്ടു. പിങ്ക് ബീറ്റ്. പിങ്ക് ബീറ്റ് എന്താണ്? പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണിത്. പിങ്ക് ബീറ്റ് പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം. പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കേറിയ സമയങ്ങളിൽ ബസ് സ്റ്റോപ്പ്, സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ സഞ്ചരിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ നടപടിയെടുക്കുന്ന പദ്ധതിയാണിത്. പിങ്ക് പോലീസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പിങ്ക് ബീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണിത്. പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തിരക്കേറിയ സമയങ്ങളിൽ ബസ് സ്റ്റോപ്പ്, സ്കൂൾ, കോളേജ് പരിസരങ്ങളിൽ സഞ്ചരിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ നടപടിയെടുക്കുന്ന പദ്ധതിയാണിത്. അടുത്തത് മഴപ്പൊലിമ. മഴപ്പൊലിമ എന്താണ്? വെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണിത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതി പ്രകാരം വീടുകളിലെ മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം ചെറു പൈപ്പുകൾ ഉപയോഗിച്ച് കിണറുകളിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് മഹിളാ മന്ദിരം. വിധവകൾ, വിവാഹമോചിതർ, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന സ്ഥാപനമാണ് മഹിളാ മന്ദിരം. 6 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കാം. ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരം ഉണ്ട്. അടുത്തത് മാതൃയാനം. മാതൃയാനവും PSC PYQ ആണ്.
മാതൃയാന എന്താണ്? പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. മാതൃജ്യോതി എന്താണ്? കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. മിശ്ര വിവാഹ ധനസഹായ പദ്ധതി 22,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. 30,000 രൂപ വരെ ധനസഹായം നൽകും. മിശ്ര വിവാഹ ധനസഹായ പദ്ധതി എന്താണ്? 22,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയാത്തവർക്കാണ് സഹായം അനുവദിക്കുന്നത്. 30,000 രൂപ വരെ ഇതിൻ്റെ സഹായം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് നോക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത 2 സെക്ഷനായിട്ട് ഇതിൻ്റെ ബാലൻസ് പദ്ധതികൾ ക്ലാസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ക്ലാസ് മുഴുവൻ കാണുക. അറിയാവുന്ന പോയിന്റ്സ് കേട്ട് പോവുക. ഒന്ന് റിവിഷൻ ആയിക്കോട്ടെ. അറിയാൻ വയ്യാത്തതാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗമായിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.